നിങ്ങൾ ഒരാളെ കുറിച്ച് വളരെ മോശം പറഞ്ഞു ഓനെ ഇടങ്ങേറാക്കി വാക്കുകൊണ്ട് ഓൻ ആകെ ബുദ്ധിമുട്ടിച്ചു, അയൽവക്കക്കാരനായിക്കോട്ടെ, ചീത്ത പറഞ്ഞ അവനെ ഇടങ്ങേറാക്കി. ഈ മനുഷ്യനെ മനസ്സിലാ വിഷമുണ്ട്. നിങ്ങളെ മയ്യത്ത് പള്ളിയിൽ വെച്ച ഉസ്താദ് വിളിച്ച് പറയാ, നിങ്ങൾ പള്ളിക്ക് നിസ്കരിക്കാൻ ആ ചങ്ങാതി വന്നിട്ട് തന്നെ ഉണ്ടാവില്ല. ഈ ചങ്ങാതി നിസ്കരിക്കാൻ തന്നെ വന്നിട്ടുണ്ടാവില്ല, അവനെ കേൾക്കൂല. ഇനി അഥവാ വന്നൂന്ന് വിചാരിക്കാം, എന്തേ പയ്യ വന്നില്ലാന്ന് ചോദിക്കുമല്ലോ, അതിനു വേണ്ടി പോയി തെക്കുപേര് കിട്ടി. അവിടെ വെച്ച് ഉസ്താദ് പറഞ്ഞു, ഇയാളെ മനസ്സിലെന്താ കരുതുക? ഭയങ്കര സങ്കടം ഈ വ്യക്തിയെ കൊണ്ടുണ്ടായ ആളാണെങ്കിൽ എന്താ കരുതുക? അയാൾ പെട്ടെന്ന് മരിച്ചാണല്ലോ, ഇന്നലെ അങ്ങാടിയിലുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നാട്ടിലുണ്ടല്ലോ. ഇതുവരെ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടേനോ? അപ്പൊ മരിച്ചിട്ട് ഉസ്താദിനെ കൊണ്ട് പറയിക്കാൻ നിൽക്കണോ? ഇതുവരെ ആൾക്ക് എന്തേനു പണി? അവിടെ നിൽക്കട്ടെ എന്നോ കരുതിയാൽ കണക്കാണ്. മുർത്തഹിനത്തം പണയം വെച്ച പോലെ കബർ കിടക്കുന്ന അലിമിങ്ങണ്ടല്ലോ ചോദിച്ചിട്ട് പറയുന്നത് കുട്ടികളിയല്ലല്ലോ. അപ്പൊ നമ്മൾ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പരസ്പരം ദ്രോഹിക്കാതെ ഒന്ന് ചേർന്ന് നിൽക്കണം, കുടുംബത്തിലൊന്ന് ഒരുമിച്ച് നിൽക്കണം. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ. അതാണ് ഒരു മഹല്ല് സംഗമം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അതോടൊപ്പം അടുത്തത് ധാർമ്മികമായ ഉത്ബോധനത്തിന് സംവിധാനം ഉണ്ടാക്കണം. എങ്ങനെ? ഒരാൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ മദ്യപാനി ആയി എന്ന് വിചാരിക്കാം, അവനെ പിന്തിരിപ്പിക്കല്ലോ വേണ്ടത്, അവനെ ഒറ്റപ്പെടുത്തലല്ലോ വേണ്ടത്. നമ്മൾ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തല അല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം. 4 കാലമായി നിസ്കരിക്കും വേണം, ഒരുപാട് പറയാണ്ട്. കാരണം മഹല്ല് സംഗമം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പരിപാടിയാണ്. മഹല്ലിലെ ജനങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഗൗരവമുള്ള കാര്യമാണ്, വലിയ ഫലപ്രദമായ പരിപാടിയാണിത്. പക്ഷെ നമ്മൾ പലരും ചെയ്യാറുള്ളത് എന്താ? നമ്മൾ പലരും ചെയ്യാറുള്ളത് മഹല്ല് സംഗമത്തെ നോക്കാറുള്ളത് എങ്ങനെയാ? ഉച്ചക്ക് വെച്ച ചോറ് എങ്ങനെ ഉണ്ട് എന്നാ നോക്കുക. പെണ്ണുങ്ങൾ നോക്കാം, ആ ഇറച്ചി ലേശം വന്നിട്ടില്ല, അവിടെ കഴിഞ്ഞു കഥ. വേറെ എന്ത് ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല. അവിടെ എല്ലാം ചിന്തിക്കേണ്ടത് നമ്മളെന്ത് പറയുന്നു, മനസ്സിലാക്കുന്നു എന്നാണ്. എൻ്റെ ഒരു സുഹൃത്തൊരു യുവ പണ്ഡിതൻ, ഒരു അനുഭവം ഞാൻ പറയുന്നത്. ഇയാളൊരു മഹല്ലിൽ ജോലി ചെയ്യണം. അയാൾ മഹല്ലിൽ ജോലി ഏറ്റപ്പോൾ നിങ്ങളെ ഖത്തീബിനെ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല പരിപാടികൾ കൊണ്ടുവരണം എന്നവർക്ക് താല്പര്യം ഉണ്ടാവും. ഖത്തീബിന് താല്പര്യം ഉണ്ടായാലും കമ്മിറ്റി കൂടെ എന്തെങ്കിലും നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഖത്തീബിനോട് ആദ്യം തന്നെ പ്രസിഡന്റ് പറയുന്നത് അറിയാം, ഇവിടെ പണ്ടേ അങ്ങനെയാണ്, നിങ്ങൾ വേണ്ടാത്തൊന്നും ഉണ്ടാക്കേണ്ട അറിയാം. ആ സാധു അപ്പം തന്നെ എടുത്തു. കാരണം മൂപ്പർക്ക് കുഴപ്പമൊന്നുമില്ല, അട്ടിപ്പാത്രം കോലൂരി ഭക്ഷിച്ച് മൂലക്കൽ അവിടെ ഇരുന്നാൽ പോരെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ സഹകരിച്ചു, അതുകൊണ്ട് ഇത്രയും ഉണ്ടായി. അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഈ സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്ത് പറഞ്ഞു, നമുക്കിവിടെ ചില പ്രവർത്തനം നടത്തണം, അതിന് ഓരോന്ന് നടത്താൻ. അതിലൊന്ന് അതിൻ്റെ ഇമ്പാക്റ്റാണ് ഞാൻ ഒറ്റൊന്ന്, ഒരുപാടുണ്ട്, ഒന്ന് പറഞ്ഞുതരാം. അയാൾ പറഞ്ഞ ഒന്നാമത്തെ പരിപാടി, ഒരു പുതിയ പരിപാടി. എന്താണ് പരിപാടി? അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഞാൻ പറയുന്നത്. ആ പരിപാടി ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് തോന്നൂല. ഇയാൾ പറഞ്ഞു, നമ്മുടെ മഹല്ലിൽ ഒരുപാട് കിടപ്പ് രോഗികൾ എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്കൊക്കെ വന്നിരുന്ന ആളും വരാത്ത ആളൊക്കെ ഉണ്ടാവും. ചിലർ രോഗിയായി കിടക്കുന്നുണ്ടാവും, ചിലർ ക്യാൻസറായി കിടക്കുന്നുണ്ടാവും, നടക്കാൻ വയ്യാത്തവരുണ്ടാവും. അങ്ങനെ ഇടങ്ങേറായി പള്ളിയിലേക്ക് നിസ്കരിക്കാനും പൊതുകാര്യത്തിനും അങ്ങാടിക്കൊന്നും വരാതെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ബെഡ് കിടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയമാണത്. ദീർഘിച്ചിങ്ങനെ കിടക്കുക. പരിപാലിക്കുന്ന ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഇതിങ്ങനെ നീണ്ടു പോകുമ്പോൾ അവർക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിലൊരു സംഗതി വരും, ഒരു കല്യാണത്തിന് പോകാൻ പറ്റൂല, ഇത് വൃത്തിയും ശുചിയുമായി കാത്തു സൂക്ഷിക്കണം, കാരണം മലമൂത്ര വിസർജനമൊക്കെ ബെഡില. അങ്ങനെ നമ്മൾ കിടക്കേണ്ട ഒരു ഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വരെ നമ്മളറിയാതെ പടച്ചവനോട് പറയും, പടച്ചവനെ അതൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനത്തെ ഒരു കിടത്തം ഒരിക്കലും അല്ലാഹു നമ്മളെ കിടത്താതിരിക്കട്ടെ. അങ്ങനെ കിടക്കും മനുഷ്യന്മാരെ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് പോയി കാണുക, അവർക്കൊന്ന് ദ്വാരം കൊടുക്കുക, നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും തോന്നി കുഴപ്പമില്ല. അങ്ങനെ ഇവർ 15 ദിവസത്തിൽ ഒരു ദിവസം, 2 ആഴ്ചയിൽ ഒരു ദിവസം, 2 ആഴ്ചയിൽ ഒരു ദിവസം ജുമാന്റെ ശേഷം ഉസ്താദും ഈ സംഘവും കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അസറിന്റെ ശേഷം ഇറങ്ങും. അസറിന്റെ ശേഷം ഇറങ്ങിയാൽ ഒരു 3 വീട്ടിലൊക്കെ പോകാൻ പറ്റൂ. അധികമൊന്നും അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ലല്ലോ മഹലിൽ, കുറച്ച് ആളല്ലേ ഉണ്ടാവുള്ളൂ. വലിയ മഹലിലാണെങ്കിലും 10, 20, 25 ആളുണ്ടെങ്കിൽ 3 വീട്ടിൽ ആ സമയത്ത് പോകാൻ പറ്റും. അസറിന്റെ ശേഷം മഗ്‌രിബിന് മുമ്പ് മടങ്ങും. അങ്ങനെ ഇവർ ഓരോ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങി. വീട്ടുകാർക്കാണെങ്കിലോ ഭയങ്കര സന്തോഷം. കാരണം രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ, ആരും വരാത്ത ഒരു സ്ഥലത്ത് ഉസ്താദൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ, കമ്മിറ്റിയിലെ പ്രമുഖരൊക്കെ വന്നിരിക്കുമ്പോൾ, ഒരു 5-6 മാന്യന്മാർ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം, ഒരു റാഹത്ത. കാരണം വീട്ടിൽ വരുമ്പോൾ അങ്ങനെയാണ്. രോഗിയെ സന്ദർശിച്ച ഉസ്താദ് ഒന്ന് ദ്വാരം തുറക്കുമ്പോൾ എന്തൊരു ഇഷ്ടമാണെന്നറിയോ? അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ രോഗിയെ അങ്ങനെ വേണ്ടാതെ സന്ദർശിക്കണ്ട. നമ്മളെ ചില പെണ്ണുങ്ങളുണ്ട്, ചില ആളുകളുണ്ട്, രോഗിയായി കിടക്കുന്ന ആളെ വീട്ടിൽ ചെല്ലും, സന്ദർശിക്കും. എന്താ ഇപ്പോൾ രോഗം? അത് ഇവിടെ ഇങ്ങനെ ഒരു വേദനയാണ്. ഇന്ന ഇവനും അങ്ങനെ ഉണ്ടായത്, ഓൻ പിറ്റേന്ന് തന്നെ മരിച്ചു പറയും. അതോടുകൂടി കഴിഞ്ഞു കഥ. ആ ജാതിനെ അടുപ്പിക്കണ്ടേ? അങ്ങനെയല്ല സന്ദർശിക്കേണ്ടത്. രോഗിക്ക് സമാധാനം കൊടുക്കുക വേണ്ട. രോഗിനെ ശാശ്വതമായി സമാധാനത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ലെങ്കിലും അങ്ങനെ ഇവർ ചെന്ന് ദ്വാരക്കും വലിയ സന്തോഷം. പ്രത്യേകിച്ച് നമ്മളെ കൗമിനൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ലോ, ഉസ്താമാരിനെ വെറുക്കരുത്. നമ്മുടെ കൗമിനുള്ള ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, ഉസ്താദ് പെരീക്ക് വരണമെങ്കിൽ അപ്പം കൈമടക്ക് കൊടുക്കണം എന്നാണ്. അങ്ങനെ തോന്നലാണ് ആൾക്കാർക്ക്. നിങ്ങൾ കൈമടക്ക് കൊടുക്കാതിരിക്കുക, അതിന് ഞാൻ എതിരല്ല. ഉസ്താദിന് കൈമടക്ക് കൊടുത്തോളൂ, ഞാനത് മുടക്കണില്ല. പക്ഷേ ഇത് ഫ്രീ ആയിട്ട് വരികയാണ്. ഇത് ഫ്രീ ആയിട്ടാണ് ഉസ്താദ് വരുന്നത്. അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ കമ്മിറ്റിക്കാരുണ്ട്, എല്ലാവരും ഒന്നിച്ച് വീട്ടിൽ ചെന്ന് ദ്വാരം കൊടുക്കും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. പിറ്റത്തെ മാസം തുടങ്ങി. 2 ആഴ്ച കൂടുമ്പോഴല്ലേ ഉള്ളൂ.
ഒരു വീട്ടിൽ ചെന്ന് തൊട്ടടുത്ത വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കമ്മിറ്റി, അപ്പോൾ ഉസ്താദ് നേരത്തെ അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ പ്രത്യേകമായൊരു സംഘടനയൊക്കെ ഉണ്ടാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഏത് വീട്ടിലെ കിടപ്പ് രോഗികൾ എന്നൊക്കെ ലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അടുത്ത വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോൾ കമ്മിറ്റിക്കാർ അങ്ങോട്ട് പോകണ്ടെന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു എന്തേ കുഴപ്പം? അവൻ മുഴുത്ത കള്ളുകുടിയനാണ്. പള്ളിയിലേക്ക് ജുമഴക്ക് പോലും വരാറില്ല, ജമാഅത്തിന് തീരെ വരാറില്ല. അവൻ്റെ മകനും അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തിനാ ആ വീട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ചു. ആ വീട്ടിലേക്ക് പോകുന്നതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് കമ്മിറ്റിക്കാർ ഒന്നായിട്ട് പറഞ്ഞു. ഉസ്താദ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അയാൾ നിസ്കരിക്കാൻ വരലില്ല, ജുമഴക്ക് വരലില്ല, ഒക്കെ ശരിയാണ്. അയാളെ വീട്ടിൽ നിന്ന് വരിസംഖ്യ വാങ്ങലുണ്ടോ എന്ന് ചോദിച്ചു. ആ വരിസംഖ്യ കിട്ടുന്നുണ്ട്. നമുക്ക് വരിസംഖ്യ കിട്ടിയാൽ പിന്നെ കള്ളുപിടിച്ചാലും കുഴപ്പമില്ലല്ലോ. വരിസംഖ്യ വരല്ലേ പ്രശ്നം, അത് റെഡിയാണ്. ഉസ്താദ് തിരിച്ചു ചോദിച്ചു, നടക്കൂല, അവിടെ പോവന്നെ വേണം. നിങ്ങൾ വരുന്നില്ലെങ്കിൽ ഞാൻ പോകുന്നു പറഞ്ഞു. പിന്നെ നിവൃത്തിയില്ലല്ലോ, വരും പോയി. അപ്പം ഇയാൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇയാൾ മരം വെട്ട് തൊഴിലാളിയാണ്. മരം വെട്ടി ഇറക്കുക, അതാണ് അയാളുടെ ജോലി. നല്ല വിദഗ്ധൻ, നല്ല കൂലി കിട്ടുന്ന പണിയാണ്. ഒരിക്കൽ മരം വെട്ടി ഇറക്കുമ്പോൾ കയറ് പൊട്ടിയിട്ട് മരത്തിൻ്റെ കഷ്ണത്തോടെ ഇയാൾ വീണു. അത് ജാമായി, ഇയാളെ നട്ടെല്ല് പൊട്ടിയെന്ന് മാത്രമല്ല നട്ടെല്ല് ചതഞ്ഞു. ഇനിയൊരു രക്ഷയില്ല. ഡോക്ടർമാർ മുഴുവൻ പറഞ്ഞു ഞാൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കൂല, അങ്ങനെയാണ് മരിച്ചു പോവല്ലാതെ വൈദ്യശാസ്ത്രത്തിൽ സംവിധാനമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലിങ്ങനെ മേലോട്ട് നോക്കി കിടക്കുക. വേറെ എവിടെയും കുഴപ്പമില്ല, ഇവിടെ പറ്റിയ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. മുഖത്തിന് കുഴപ്പമില്ല, കയ്യിന് കുഴപ്പമില്ല, എവിടെയും കുഴപ്പമില്ല. ഇയാളിങ്ങനെ കിടക്കുക, തലയൊന്നും തിരിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കില്ലാതെ ഒരു രക്ഷയില്ല. ഭയങ്കര അപകട. ഇവിടെ മെഡുല ഒബ്ലോങ്കേറ്റ എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. വൈദ്യശാസ്ത്രം പഠിച്ച കുട്ടികൾക്ക്, കെമിസ്ട്രി സിയോളജി ഒക്കെ പഠിച്ച കുട്ടികൾക്ക് അറിയാം. അതിനൊരു പോറലേറ്റ പിന്നെ അനങ്ങൂല സംഭവം. അത്രേ ഉള്ളൂ നമ്മളെ കഥ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇയാളിങ്ങനെ കിടക്കുക. ഇയാളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ ഉസ്താദൻ കയറി ചെല്ല അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഇയാളെ മകനുണ്ടെന്ന് അവിടെ. അസൻ്റെ സമയത്തുകൊണ്ട് അവനും വന്നിട്ടുണ്ട്. അവനും കള്ളുടിയനാണ്, പള്ളിക്ക് പോകില്ല, ജുമാക്ക് പോലൊക്കെ ശരിയാണ്. ഉസ്താദ് ചെന്ന് ഇരുന്ന ഉടനെ ഇവരൊക്കെ കൂടി വന്നപ്പോൾ ഈ വീട്ടുകാർക്ക് അയാൾക്ക് ഭാര്യ 2 പെൺമക്കളും ഈ ചെറുപ്പക്കാരനുള്ളത്. ഇവരാകെ അന്തം വിട്ടു. ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കാതെ കള്ളുകുടിയൻ എന്ന് മുദ്ര കുത്തിയ വീട്ടിലേക്ക് കമ്മിറ്റിക്കാരൊന്നായിട്ട് വരിക. ആകെ അന്തം വിട്ടു. എന്തോ ഒരു പതർച്ച. ഉള്ള കസേരയൊക്കെ എടുത്ത് വെച്ച് സ്വീകരിച്ച് അവിടെ ഇരുത്തി. ഉസ്താദ് ഈ രോഗിൻ്റെ അടുത്ത് കസേരയിട്ട് അവിടെ ഇരുന്നു. കമ്മിറ്റിക്കാരിങ്ങനെ അന്തം വിടും. എന്താ ഉസ്താദ് പറയാൻ പോകണം? ഉസ്താദ് ഈ രോഗിൻ്റെ കൈ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് വളരെ മോട്ടിവേറ്റീവായിട്ട് അയാളോട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഞങ്ങളിപ്പോൾ വന്നത് നിങ്ങളെ ദ്വാ കിട്ടാനാണ്. രോഗിയായി കിടക്കുന്ന ആൾ ദ്വാരനാൾ സ്വീകരിക്കുന്ന ഹദീത്തുണ്ട്. മുത്തുനബി പറഞ്ഞതാ, നിങ്ങൾ ദ്വാരനാൾ അള്ളാഹ് സ്വീകരിക്കും. ആ ദ്വാ ഞങ്ങൾക്ക് കൂടി കിട്ടാനാണ് ഞങ്ങൾ വന്നത് എന്നാണ്. ഇയാളെ കണ്ണിലൊരു വെള്ളം നിറഞ്ഞു. ആ രോഗി കിടന്ന കിടപ്പിൽ കരഞ്ഞുപോയി. കാരണം ഇങ്ങനത്തെ ഒരു വാക്ക് അയാളോട് ദുന്യാവെന്ന് ആരും പറഞ്ഞിട്ടില്ല. കള്ളുടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക എന്നല്ല. ഉടനെ തന്നെ ഈ ഉസ്താദ് പറഞ്ഞു, ഏത് വൈദ്യശാസ്ത്രം പറഞ്ഞാലും നിങ്ങൾ ഇവിടുന്ന് നീക്കൂല എന്നാരാ പറഞ്ഞത്? അല്ല വിചാരിച്ച് അങ്ങക്ക് എഴുന്നേൽക്കാനും നടക്കാനും കഴിയും. പടച്ചോനാണ് തീരുമാനിക്കുന്നത്. ഡോക്ടർമാരെല്ലാവരും ഒരു മോട്ടിവേഷനാണല്ലോ. ഇയാളെ മുഖം തെളിഞ്ഞു. ഈ 2 വാക്കോടുകൂടി ഇയാളെ മുഖം തെളിഞ്ഞു, കണ്ണ് കലങ്ങിപ്പോയി. ഉസ്താദ് അവിടെ വെച്ച് നല്ലൊരു ദ്വാ നടത്തി. മലയാളത്തിൽ ദ്വാരുന്നു. ശരിക്കും കുടുംബക്കാർക്ക് തൃപ്തിയായി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. ആ ചെറുപ്പക്കാരനെ ചേർത്ത് പിടിച്ച് പുറത്തിറങ്ങാൻ യാത്രയാക്കാൻ വന്നിരുന്നു. അവനോട് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഉസ്താദ് പറഞ്ഞ, മോനെ ബാപ്പയാണ് കിടക്കണത്, നീ വീട്ടിലെ കാര്യമൊക്കെ നീയാ ചെയ്യേണ്ടത്. ബാപ്പാക്ക് കൃത്യമായി മരുന്ന് കൊടുക്കുക, ബാപ്പാനെ നോക്കുക, ഉമ്മാനെയും പെങ്ങന്മാരെയും സംരക്ഷിക്കുക. ഉത്തരവാദിത്തം അള്ളാഹ് നിന്റെ ചുമലിൽ ഏൽപ്പിച്ച ഈ ഗതി അനക്കും എനിക്കൊക്കെ വരാം. അവിടെ സൂക്ഷിച്ചോ, ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞ് കുട്ടീൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു പോന്നു. വഴിയിൽ നിന്ന് കമ്മിറ്റിക്കാർ ചോദിച്ചു, ഉസ്താദ് ഇത്രയൊക്കെ നമ്മൾ ചെയ്ത സ്ഥിതിക്ക് കള്ളുകുടിനെ കുറിച്ചോ നിസ്കരിക്കാൻ വരാത്തതിനെ കുറിച്ചോ നിങ്ങൾ എന്തേ പരാതിരുന്നു എന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, ആ പറഞ്ഞ തന്നെ അതിന് പരിഹാരമാണ് എന്ന് പറഞ്ഞു. ഇവർക്കത് മനസ്സിലായില്ല. ഈ ഉസ്താദും സംഘവും പോയതിൻ്റെ ശൈവരി ഇരുന്ന് ചിന്തിക്കുകയാണ്, എന്താ ഈ സംഭവിച്ചത്? അവരാകെ പിടുത്തം പെട്ടുപോയി. ജനങ്ങൾ കള്ളുകുടിയൻ എന്ന് പറഞ്ഞ് തള്ളിയ വീട്ടിലേക്ക് ഇവർ വന്നു. എന്താ ഈ നടന്നത്? അത്ഭുതം തോന്നി. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. പിറ്റേത്തെ ദിവസം സുബഹിന്റെ ജമാഅത്തിന് കാരണവന്മാരെ നിസ്കരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിലെ സൊഫിലുണ്ട് പള്ളിക്ക് വരാത്ത, ജുമഴക്ക് പോലും വരാത്ത ഈ ചെറുപ്പക്കാരൻ നിസ്കരിച്ചിരിക്കുകയാണ് ഇവരെ കൂടെ. അത്ഭുതപ്പെട്ടു പോയി. നിസ്കരിക്കാൻ വരാൻ പറഞ്ഞിട്ടില്ല. ഓൻ അന്ന് മുതൽ കള്ളുകൂടി നിർത്തി. ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് ഓൻ പറഞ്ഞു, നിങ്ങളാ വന്ന് പറഞ്ഞ വാക്ക് മനസ്സ് കുത്തി ഉസ്താദെ. ബാപ്പാൻ്റെ കണ്ണിലെ കണ്ണീര് ഞാൻ കണ്ടു. സംഭവിച്ചു പോയി ഇതൊക്കെ. ഇനി ഞാൻ കുടിക്കൂല. ഞാൻ ഇവിടെ ജമാഅത്തിന് വരും, ഞാൻ നിസ്കരിക്കും. ബഹുറിനും അസറിനും ഞാൻ ഉണ്ടാവില്ല. കാരണം എനിക്ക് ജോലിക്ക് പോകണം, കുടുംബം പോറ്റാൻ അതേ വഴിയുള്ളൂ. മഗ്‌രിബിനും ഇശാക്കും സുബൈക്കും ഞാൻ ഇവിടെ ഉണ്ടാവുന്നു. അന്ന് മുതൽ ഇന്നും ആ ചെറുപ്പക്കാരൻ ആ പള്ളിയിൽ 3 വക്ത് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെങ്ങാനും അങ്ങനത്തെ ഒരാൾ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നാൽ
മൃഗശാലയിൽ നിന്ന് വല്ല സിംഹവും ചാടി വന്ന പോലെ ഇങ്ങനെ നോക്കും, ആഹാ ഇവനും വന്നോ, അതുകൊണ്ട് വരാൻ പാടില്ലല്ലോ. ആ ഒറ്റ നോട്ടത്തോടു കൂടി പിന്നെ ആ വഴിക്കവും വരില്ല, പിന്നെ വരില്ല. ചേർത്ത് പിടിക്കൽ എന്ന പരിപാടി നമുക്കില്ല, അകറ്റാനുള്ള പരിപാടി മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. ഞാനീ പറഞ്ഞതൊരു അനുഭവമാണ്, ജീവിത സംഭവം. ഇതൊരു ദഴവത്താണ്. ഇതിന് നിങ്ങളൊക്കെ കൂടെ നിന്നാൽ നടക്കും കൂട്ടരെ. ഇത് നടക്കാത്ത അതുപോലെ നമ്മുടെ മഹലിൽ നല്ല വിദ്യാഭ്യാസ സംരംഭം കൊണ്ടുവരണം. രണ്ട് വിദ്യാഭ്യാസവും വേണം എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസവും വേണം, ഭൗതിക വിദ്യാഭ്യാസവും വേണം. മതവിദ്യാഭ്യാസത്തിന് നമുക്ക് ഒരുപാട് സംവിധാനമുണ്ട്. ഇപ്പം 5ാം ക്ലാസ് മദ്രസ കഴിഞ്ഞ കുട്ടികളെ ഹുദവി കോഴ്സിന് പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ജാമ്യയുടെ ജൂനിയർ കോളേജ് ഒരുപാട് കോഴ്സുണ്ട്. കോഴ്സിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കോഴ്സുകൾ തിരഞ്ഞെടുത്ത് മതം കൊടുക്കുക. മതം മാത്രം പോരാ, ഭൗതികം വേണം. എന്ന പോലെ നമ്മുടെ കുട്ടികളെ പരമാവധി സർക്കാർ ജോലിയിൽ കയറ്റാനുള്ള ഒരു കൃത്യമായ തീരുമാനം മഹല്ല് കമ്മിറ്റി എടുക്കണം. ഞങ്ങളെ മഹല്ലിൽ ഞങ്ങൾ ചെയ്തു നോക്കി. എങ്ങനെ ചെയ്തത്? ഞങ്ങളെ മഹല്ലിൽ ഞാൻ ചെയ്തപ്പോൾ നമ്മുടെ മഹല്ലിൽ ചെയ്തത്, ആ മഹല്ലിലെ ഉദ്യോഗാർത്ഥികളായ ആളുകളെ, ഉദ്യോഗസ്ഥന്മാരായ ആളുകളെയും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു. അവർ വിളിച്ചൊരു യോഗം വിളിച്ചു. കമ്മിറ്റി തന്നെ എല്ലാം ചെയ്യണ്ടല്ലോ. അവിടെ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ 25,000, 30,000, 40,000, 50,000 പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുടെ ഇവിടെ ഉണ്ടാവും. ഗവൺമെൻറ് കൊടുക്കുന്ന പെൻഷൻ ജോലിക്ക് ശേഷം 50,000, 60,000 വാങ്ങി സുഖമായിട്ട് കാലും നീട്ടി വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്താ അവർ ദീനിന് വേണ്ടി ചെയ്തത്? ചോദിക്കും നിങ്ങൾ. അവരെ വിളിച്ചു കൂട്ടി. ഒരു സർക്കാർ ജോലി ഇന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. സർക്കാർ ജോലി കിട്ടിയ ആൾക്കാരെയും വിളിച്ചു. ഒരു 10-35 ആൾക്കാരുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു വലിയ ഭാഗ്യം നൽകി, നിങ്ങളെ പണിയുകൊണ്ട് തന്നെയാണ്, നിങ്ങൾ അധ്വാനിച്ചതാണ്, നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടി, മറ്റവർക്ക് പെൻഷനായി, നിങ്ങൾ വർക്കിലാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെപ്പോലത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഈ മഹലിൽ നിന്ന് എത്ര ഉണ്ടാക്കാൻ പറ്റുമോ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് നിങ്ങളൊരു ടാസ്ക് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അവരങ്ങനെ ഏറ്റെടുക്കാം. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പൂർണ്ണ പിന്തുണ മതി എന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടി അവരെ ഏൽപ്പിച്ചു. സർക്കാരിലേക്ക് നികുതി കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. എന്നാൽ നമുക്ക് കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പിൽ നിന്ന്, സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന്, വഖഫ് ബോർഡിൽ നിന്ന്, കേന്ദ്ര വഖഫ് ബോർഡിൽ നിന്ന്, അതുപോലെ കേന്ദ്ര മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം കിട്ടാനുണ്ട്. മറ്റു സമുദായങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായം എല്ലാം വാങ്ങി വെക്കുന്നുണ്ട്. അച്ഛൻ പള്ളിയിലാണ് പ്രസംഗിക്കുക, കുറ്റപ്പെടുത്തണ്ട. നമ്മൾ ആ ആനുകൂല്യങ്ങൾ പലതും വാങ്ങുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. അത് വാങ്ങിയെടുക്കാൻ ഒരു പദ്ധതി നിങ്ങൾ ഉണ്ടാക്കണം. അവരോട് ഒരു കമ്പ്യൂട്ടർ വാങ്ങി തന്നാൽ മതി. ഞങ്ങൾ അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് എല്ലാ ആനുകൂല്യങ്ങളുടെയും അപേക്ഷാ ഫോമുകൾ എടുത്ത് അർഹരെ കണ്ടെത്തി പൂരിപ്പിച്ചു കൊടുത്ത് പരമാവധി കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഈ 2 ജോലി അവരെ ഏൽപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാരും പെൻഷൻ വാങ്ങിയ, ഈ മഹലിൽ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരില്ലേ, അല്ല നിങ്ങൾക്ക് വന്ന വലിയ നിയമത്തല്ലേ, മരണം വരെ നിങ്ങൾക്ക് പെൻഷൻ, മരണാനന്തരം ഭാര്യയ്ക്ക് ഫാമിലി പെൻഷൻ. അല്ല ഈ ചെയ്ത നിയമത്തെ നിങ്ങൾ മറക്കാൻ പാടുണ്ടോ? അത് വെച്ച് ഈ ഉമ്മത്തിന് നിങ്ങൾ എന്തിനും തിരിച്ചു കൊടുക്കി. അല്ല നിങ്ങൾക്ക് എന്ന നിയമത്തെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കി. ഇല്ലെങ്കിൽ എന്ത് നിയമത്താണത്? ഇവിടുന്ന് ഒരു 10 ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനം, ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയെങ്കിലും ഒരു ക്ലർക്കെങ്കിലും ആവണം. അത് വേറെ കാര്യം. നമുക്ക് ആകെയുള്ളത് അധ്യാപകന്മാരാ, ആകെയുള്ളതാണ് കുറച്ച് അധ്യാപകരാ. ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലേക്ക് ഇനി നമ്മൾ വന്നില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇനി ജീവിക്കണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ വരണം. IAS പാസ്സാവുക എന്നുള്ളത് കുട്ടികൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഒരു പ്രിലിമിനറി എക്സാമും അതുപോലെ തന്നെ മെയിൻസും പിന്നെ ഒരു വൈവയും കഴിഞ്ഞാൽ സംഗതി കഴിഞ്ഞു. ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകുന്നതിനേക്കാൾ എളുപ്പത്തിൽ IAS കിട്ടും കുട്ടികൾക്ക്. ഡോക്ടർ ആൻഡ് എഞ്ചിനീയർ ആകാൻ IQ EQ ഉള്ള കുട്ടികളെ വെറുതെ ഡോക്ടറും എഞ്ചിനീയറും ആക്കണ്ട. കാരണം ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്, ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട്. കൂടിപ്പോയി എന്ന് ഞാൻ പറയുന്നില്ല. ആ ബുദ്ധിയുള്ള കുട്ടികളെ IAS-നൊന്ന് നിങ്ങൾ പ്രാപ്തരാക്കുക. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസോ ഇന്ത്യൻ KS ആയാലും മതി, IAS ആയാലും മതി, രാജ്യത്തെ കുഞ്ചിക സ്ഥാനത്ത് നമ്മുടെ മക്കളുണ്ടാവും. ഇവിടുത്തെ ഒരു SPO അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയോ ചെയ്യുന്ന സേവനം ഒരു മന്ത്രിക്ക് പോലും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി നോക്കി, എത്ര IAS ഓഫീസർമാരാണ് എഴുതി വെച്ചിട്ടുള്ളത് പേര്? ആകെ മുസ്ലിങ്ങൾ 3-4 ഉണ്ടാവും, ബാക്കിയൊക്കെ സവർണന്മാർ. ക്രൈസ്തവ സമൂഹം നമ്മളെക്കാൾ കുറവാകെ ശതമാനത്തിലൂടെ. നമ്മൾ 27% ഉണ്ട്, അവർ 23 തികയില്ല. അങ്ങനെയുള്ള നമ്മൾ വളരെ പുറകിലും, അവർ കുറേ മുന്നിലും. എന്താ നമുക്ക് കുറച്ച് IAS ഓഫീസർമാരുണ്ടാക്കി കൂടെ? ശ്രമിച്ചൂടെ? അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ കളക്ടർമാരായി വന്നില്ലെങ്കിലും അതിൻ്റെ താഴെ IFS ഫോറസ്റ്റ് സർവീസ് ഉണ്ട്, ഫോറിൻ സർവീസ് ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡിൽ IPS സർവീസ് ഉണ്ട്, ഒക്കെ ഇല്ലേ? ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികൾ വന്നോട്ടെ. എന്താ RB ശ്രീകുമാർ കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത്? ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുജറാത്തിലെ DGP അയാൾ അകത്താക്കി. ആ ഗുജറാത്തിലെ DGP RB ശ്രീകുമാറിൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു. അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഗുജറാത്ത് കലാപം ഇത്ര രൂക്ഷമാകാൻ കാരണം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിലും മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്.
മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഗൂഢാലോചന അവിടെ നടക്കൂല എന്ന് അയാൾ പറഞ്ഞത്. ഉദ്യോഗസ്ഥലത്തിൽ നമ്മുടെ മക്കൾ വേണം. നാളെ അതില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. നന്നായിട്ട് പഠിപ്പിക്കുക മക്കളെ. ഗൾഫിലേക്ക് അയച്ചാൽ പോരാ, നിങ്ങൾ അവരെ അധ്യാപകരാക്കിയാൽ പോരാ, ഡോക്ടറാക്കിയാൽ പോരാ, എഞ്ചിനീയർ ആക്കിയാൽ പോരാ. ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന സിരാ കേന്ദ്രത്തിൽ നമ്മളെ മക്കളെ എത്തിക്കണം. തിരുവനന്തപുരം സെക്രട്ടറിയിൽ നമ്മുടെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് കഴിയും. ഈ മഹലിൽ നിന്ന് അങ്ങനെ ടാസ്ക് വെച്ചിട്ട് ശരിക്കും ഒരു ടീമിനെ വെച്ചിട്ട് ഇവിടുത്തെ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെയും ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും വെച്ചിട്ട് നല്ല കോച്ചിങ് കൊടുത്തിട്ട്, ഏറ്റവും ചുരുങ്ങിയത് PSC കോച്ചിങ് നന്നായി കൊടുത്തിട്ട് PSC പരീക്ഷ എഴുതിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടില്ല. സർക്കാരിന്റെ ശമ്പളമായിക്കൂടെ വഴന്ന് നടക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിക്കൂടാ? ആ രീതിയിൽ ഒരു കൃത്യമായ മാർഗം മതരംഗത്തുണ്ടാക്കണം, ഭൗതിക രംഗത്തുണ്ടാക്കണം. നല്ല പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തണം, പണ്ഡിതന്മാരുണ്ടാക്കണം, സാമൂഹ്യ സേവനം നടത്തണം. വേണമെങ്കിൽ ഒരിക്കൽ വേറൊരു ക്യാമ്പ് വെക്കാം. അപ്പം നമുക്ക് വിശദമായി പറയാം. ഇപ്പോൾ 4:30 മണിയായതുകൊണ്ട് ഇനി ദീർഘിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇങ്ങനൊരു ചിന്ത പങ്കുവെക്കാൻ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇരുന്നല്ലോ, ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചല്ലോ, വല്ലാത്തൊരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണത്. ഉമ്മത്തിൻ്റെ കാര്യം ചിന്തിക്കാൻ വേണ്ടി അല്പസമയം ഒഴിഞ്ഞിരുന്നാൽ നിങ്ങൾ ഇന്ന് ചെലവഴിച്ച സമയത്തിൽ അള്ളാഹു ഏറ്റവും കൂലി തരുന്ന സമയം ഇതാണ്. ഇതിനാരാണോ മുന്നിൽ നിന്നത്, ആരാണോ സഹായിച്ചത്, ആരാണോ ഭക്ഷണം കൊടുക്കാനും ഈ പന്തൽ കെട്ടാനൊക്കെ സംഭാവന ചെയ്തത്, അവർക്ക് മുഴുവൻ അർഹമുറാഹിമായ തമ്പുരാൻ അർഹമായ പ്രതിഫലം 2 വീട്ടിലും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഈ മഹലിനെ ഒരു മാതൃകാ മഹലായി വളർത്താൻ ഇതിൻ്റെ നേതൃത്വത്തിനുള്ള കഴിവും പ്രാപ്തിയും പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രഗത്ഭനായ ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മറ്റു പണ്ഡിതന്മാരെ ആദരിക്കുന്നുണ്ട്, കാരണവന്മാരെ ആദരിക്കുന്നുണ്ട്. അതൊക്കെ മാന്യമായ ഇസ്ലാമിക നടപടിക്രമത്തിൽ ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ്. എനിക്ക് നിങ്ങളോട് മനസ്സ് തുറന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. സമയത്തിൻ്റെ ഒരു പരിമിതി എന്നെ ഭയപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് ഇത് നിങ്ങൾ തുടരണം. ഇതുപോലത്തെ വലിയ സംഗമമല്ലെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ മഹലിൽ നടപ്പാക്കാനുള്ള ഒരു കൃത്യമായ കർമ്മ പദ്ധതി വേണമെങ്കിൽ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കർമ്മ പദ്ധതി തരാം. അതിൻ്റെ RP-മാരെ വിട്ട് പ്രീമെരിറ്റൽ കോഴ്സ് എന്ന് പറയുന്ന വിവാഹത്തിന് മുമ്പ് ആൺകുട്ടികളും പെൺകുട്ടികളും ഇസ്ലാമിക വിവാഹ രീതിയെക്കുറിച്ച് പഠിച്ചാൽ വിവാഹമോചനം ഉണ്ടാവില്ല. ഏറ്റവും കൂടുതൽ വിവാഹമോചനം നമ്മുടെ സമൂഹത്തിലാണ്. അതൊക്കെ ഒന്ന് ചിന്തിച്ചും പഠിച്ചും മഹലിനെ മാതൃകയാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് നല്ല വിപ്ലവം ഇസ്ലാമികമായിട്ട് സൃഷ്ടിക്കാൻ കഴിയും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീക്ക് നൽകട്ടെ. എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും.